എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 13 ശ്ലോകം 41, 42, 43, 44, 45, 46, 47 7 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മാവങ്ങള് അത്ഭുതപ്പെടുക. ഒരു കൊല്ലം തികഞ്ഞു ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ പശുക്കുട്ടിയുടെയും ഗോപന്മാരെയും ഒക്കെ. എന്താ ചെയ്തിരിക്കണെന്ന് നോക്കാലോ. കൃഷ്ണൻ എന്ന് വിചാരിച്ചിട്ട് എത്തി നോക്കുക ബ്രഹ്മാവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. യാവന്തോ ഗോകുലേ ബാലാ സവത്സാ സർവ ഏവ ഹി മായാശയേ ശയാനാമേ നാദ്യാപി പുനരുത്ഥിതാഃ. അപ്പോഴല്ലേ ബ്രഹ്മാവ് താൻ മറച്ച ആ പശുക്കളും പശുക്കുട്ടികളും ഒക്കെ അതേപോലെ തന്നെ. ഇതെന്തൊരു അത്ഭുതം! അതേപോലെ തന്നെ പുല്ല് തിന്നണു, അവരെല്ലാവരും ഗോപന്മാര് കളിക്കണു. അത്ഭുതപ്പെട്ടു ബ്രഹ്മാവ്. ഗോകുലത്തിലെ പശുക്കുട്ടികളും പശുപാലകന്മാരെ എത്രയുണ്ടോ അത്രയും ഞാൻ പ്രയോഗിച്ച മായാരൂപമായ ആ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അവര് ആരും ഇനിയും അവര് അവിടുന്ന് തിരിച്ചു വന്ന് ഇവിടെ വന്ന് നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാ. പിന്നെ എങ്ങനെ ഇവരൊക്കെ ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കണത്? ഗോകുലത്തിൽ എങ്ങനെ, കാട്ടിലെങ്ങനെ ഇവരൊക്കെ ഇവിടെ വന്നിരിക്കണെന്ന് വിചാരിക്കണം ബ്രഹ്മാവ്. ഇതേതേത്ര കുത്രത്യ മന്മായാ മോഹിതേതരേ താവന്തയേവ തത്രാബ്ദം ക്രീഡന്തോ വിഷ്ണുനാ സമം. എന്റെ മായയിലും മോഹിപ്പിക്കപ്പെട്ട ആ പശുക്കുട്ടികളും ഗോപന്മാരും ഒക്കെ ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, എന്റെ അടുത്ത് തന്നെ. അപ്പൊ ഈ വിഷ്ണു ഭഗവാനോട് കൂടിയിട്ട് ഈ ഒരു കൊല്ലം കളിക്കുന്നവരും എന്റെ മായാമോഹിതന്മാരല്ലാത്തവരുമായ ഇവര് എവിടെ നിന്നാ വന്നത്? എവിടുന്നാ ഇവര് വന്നത്? എത്ര പേരെ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടോ അത്ര പേരും ഇവിടെയും കാണപ്പെടുന്നുണ്ടല്ലോ. എങ്ങനെയത്? ഇവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഏവമേതേഷു ഭേദേഷു ചിരം ധ്യാത്വാ സാത്മഭൂ സത്യാകേ കതരേ നേതി ജ്ഞാതും നേഷ്ടേ കഥഞ്ജന. അപ്പോളാ ബ്രഹ്മാവിന് ആകെ ഇങ്ങോട്ട് സംശയായി. അത്ഭുതം കൊണ്ട് എന്തൊക്കെയാ വേണ്ടതെന്ന് അറിഞ്ഞൂടാതെ. പരമാർത്ഥം ഏതാ? സത്യാകേ കതരേ, സത്യം ഏതാണ്, സത്യമല്ലാത്തത് ഏതാണ്? ആകെ കൺഫ്യൂഷനായി അങ്ങോട്ട് ബ്രഹ്മാവിന്. എത്ര ആലോചിച്ചിട്ട് ഇത് എന്തൊരു മായ എന്ന് മനസ്സിലാവണില്ല ബ്രഹ്മാവിന്. ഭഗവാന്റെ നേരെ പ്രയോഗിക്കാൻ തുടങ്ങിയതാ മായ അല്ലെ. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുന്ന കർത്തൃത്വവും സാക്ഷാൽ ഭഗവാനിൽ നിന്ന് ജനിച്ചവൻ എന്ന മഹിമയും ബ്രഹ്മാവിനുണ്ടായിട്ടും ഭഗവൻ മായാമോഹിതനായിട്ട് ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ആ ചിന്തയിൽ നിന്ന് മുക്തനാവാൻ ബ്രഹ്മാവിന് പോലും കഴിഞ്ഞില്ല. ബ്രഹ്മാദികളും കൂടി ചിലപ്പോ ഇങ്ങനെ മോഹിതരാവണു. അപ്പൊ പിന്നെ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ടാണ് പറയണത്, നമ്മള് ഭക്തിമാർഗത്തിൽ ഭഗവാനെ തന്നെ മായയിൽ പെടുത്തരുതേ ഭഗവാനെ എന്ന് വിചാരിച്ച് ഭക്തിപൂർവം ഭഗവാനെ തന്നെ ധ്യാനിച്ചും ഭഗവാന്റെ നാമങ്ങൾ പാടിയും ഭഗവാനെ സേവിച്ചും ഇരുന്നാൽ ആ മായയിൽ നിന്ന് മുക്തരാവാൻ സാധിക്കുള്ളൂ. അങ്ങനെ അല്ലാത്തവർക്ക് ഉണ്ടാവുന്ന കഷ്ടങ്ങള് എത്രയാണെന്ന് അവർക്ക് തന്നെ അനുഭവം ഉണ്ടെങ്കിലും അതിനുള്ള കാരണം ഈ ഭഗവാന്റെ ആജ്ഞ അതിനെ ലംഘിക്കുന്നത് കൊണ്ടാണെന്നുള്ളത് ആ തത്വബോധം അവർക്ക് ഉണ്ടാവണില്ല. എന്താ എനിക്ക് ഇങ്ങനെ വരണേ എന്ന് ചിന്തിച്ചില്ലേ ബ്രഹ്മാവ്? ഇത് എവിടുന്ന, ഇതെന്താ, സത്യം ഏതാന്ന് അസത്യം ഏതാന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ. അതുപോലെ തന്നെ നമ്മളും ചുറ്റിത്തിരിയണത് അല്ലേ. അപ്പൊ ഭഗവാനെ നല്ലോണം സേവിച്ചും ഭഗവത് നാമങ്ങളും വിശ്വാസപൂർവം ഭക്തിപൂർവം അനുസരിച്ചും ഭഗവാൻ പറയുന്ന പോലെ ജീവിക്കുന്നവർക്ക്, ആ ധർമ്മബോധത്തോടുകൂടി ജീവിക്കുന്നവർക്ക് ഇങ്ങനെ മായ അതിൽ പെടാൻ വരില്ല. ഏവം സമ്മോഹയൻ വിഷ്ണും
വിമോഹം വിശ്വമോഹനം സ്വയൈവ മായയാ ജോപി സ്വയമേവ വിമോഹിത. ഭഗവാനെ മോഹിപ്പിക്കാൻ പ്രയോഗിച്ച മായ ആ ബ്രഹ്മാവിനെ തന്നെ മോഹിപ്പിച്ചു. ഇതിലെന്താ ആശ്ചര്യപ്പെടാനുള്ളത്? ഇല്ല, ആശ്ചര്യമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ സാക്ഷാൽ മഹാവിഷ്ണു സർവാവസ്ഥയിലും സർവപ്രകാരത്തിലും മോഹമറ്റവനും ചരാചരങ്ങളിലും അഹന്ത മമത എന്നീ ഭാവങ്ങൾ ജനിപ്പിച്ച് നിസ്സാരങ്ങളായ സംസാരങ്ങളിൽ ഭ്രമിപ്പിക്കുന്ന ജഗന്മോഹിനിയായ മായാ ഭഗവതിയുടെ നാഥനാണ്. ഈ മായയുടെ എല്ലാം നാഥനാണ് ഭഗവാൻ. അപ്പൊ ആ മായയ്ക്ക് കീഴടങ്ങുകയും ആ മായയുടെ സഹായത്താൽ ജഗൽ സൃഷ്ടിയാകുന്ന വ്യാപാരം നിർവഹിച്ചും കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവ് തനിക്കുള്ള ശക്തി വിഷ്ണുവിന്റെ നേർക്ക് തന്നെ പ്രയോഗിച്ചത് അവിവേകല്ലേ ബ്രഹ്മാവ് ചെയ്തത്. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കൊണ്ട് അവരവർക്ക് തന്നെയാണ് ആപത്ത് വരിക എന്നുള്ളത് മനസ്സിലാക്കണം. അത് നമ്മളല്ല, നമുക്കെല്ലാവർക്കും മനസ്സിലാക്കേണ്ടതാണ്. അഹങ്കാരം വന്നു ഞാൻ എന്നുള്ളത് അത്രേ. ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണ് ബ്രഹ്മാവിനെ. ആ ബ്രഹ്മാവ് തന്നെ ഭഗവാന്റെ നേർക്ക് മായ പ്രയോഗിച്ചു. അപ്പൊ അവർക്കുള്ള ആപത്ത് ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരികയാണ്. അല്ലെങ്കിൽ എന്താ, ഇങ്ങനെയുള്ള മര്യാദാലംഘനം ദോഷം ആണ് എന്നുള്ള വിചാരം സാധാരണക്കാർക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല ബ്രഹ്മാവിനോട്. ചെയ്യാനുള്ളത് അങ്ങോട്ട് ചെയ്തു, കാണിച്ചു കൊടുത്തു. അന്യായം ആര് ചെയ്താലും ഭഗവാൻ അവരെ പഠിപ്പിക്കാതിരിക്കില്ല എന്നതാ തെളിയിച്ചിരിക്കുന്നു. തമ്യാം തമോവന്നൈഹാരം ഖദ്യോദാർച്ചിരിവാഹനി മഹതീതരമായൈശ്യം നിഹന്ത്യാത്മനി യുഞ്ജത. ബ്രഹ്മാവിന് മായ സ്വാധീനല്ലേ. ബ്രഹ്മാവിട്ടാണ്, മായയുടെ സഹായം കൊണ്ടാണ് അദ്ദേഹം സൃഷ്ടി നടത്തുന്നത്. പിന്നെ എങ്ങനെയാ അദ്ദേഹം മോഹിച്ചത്? അതാണ് അന്ധകാരം നിറഞ്ഞിരിക്കുന്ന രാത്രിയിലുണ്ടായിരിക്കുന്ന മഞ്ഞിൻ കൂട്ടത്തിൽ നിന്നും പുറപ്പെടുന്ന അന്ധകാരം മറ്റാരെയും ബാധിക്കില്ല. ജനങ്ങളുടെ ദൃഷ്ടി മറയ്ക്കുന്നതിന് രാത്രിയിലുള്ള ഇരുട്ടിന് തന്നെ ശക്തിയുണ്ട് അല്ലെ. അപ്പോ മഞ്ഞ് നിമിത്തമുള്ള ഇരുട്ട് വിശേഷിച്ച് കാണില്ല. പിന്നെ എങ്ങനെ ആകാം എന്നാൽ സ്വയമേവ ആ ഇരുട്ട് അങ്ങനെ മഞ്ഞിങ്ങനെ ഘനീഭൂതമായിട്ട് അങ്ങനെ വെള്ളത്തുള്ളികളായിട്ട് ഭൂമിയിൽ പതിച്ച് നശിക്കും. അതുപോലെ തന്നെ പകൽ സമയത്ത് പറക്കുന്ന മിന്നാമിനുങ്ങളുടെ പൃഷ്ഠഭാഗത്തുള്ള പ്രകാശകണം ലോകം മുഴുവനും പ്രകാശിപ്പിക്കുന്ന സൂര്യസന്നിധാനത്തില് വേറെ കാണില്ല. ഒരു മിന്നാമിനുങ്ങിന്റെ വെളിച്ചം രാത്രി ഇങ്ങനെ നല്ലോണം കാണാം. സൂര്യൻ ഉദിച്ചാൽ പിന്നെ മിന്നാമിനുങ്ങിന്റെ ആ വെളിച്ചം കാണില്ല. അപ്പോ സൂര്യൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ രാത്രിയാണെങ്കിൽ കുറച്ച് കാണും, പകല സമയത്ത് അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് മഹാപുരുഷനിൽ പ്രയോഗിക്കുന്ന നിസ്സാര ശക്തി പ്രയോഗിക്കുന്നവനിലുള്ള ശക്തിയെ തന്നെ അങ്ങോട്ട് നശിപ്പിക്കും. അങ്ങനെ ബ്രഹ്മാവിന്റെ ശക്തിയെ നശിപ്പിച്ചു ഭഗവാൻ. അതുകൊണ്ട് സ്വാമിയായ ശ്രീകൃഷ്ണനിൽ പ്രയോഗിച്ച മായ ബ്രഹ്മാവിനെ തന്നെ മോഹിപ്പിച്ചത്. താവൽ സർവേ വത്സപാല പശ്യതോ ജസ്യ തൽക്ഷണാൽ വ്യദൃശ്യന്ത ഘനശ്യാമാ പീതകൗശേയവാസസ. ബ്രഹ്മാവിനെ അങ്ങോട്ട് വല്ലാത്ത ചിന്തയായി. ഈശ്വര, എന്താണ് സത്യം, എന്താണ് അസത്യം എന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ. ഞാൻ മറച്ചു വെച്ചതൊക്കെ അത് അവിടെ തന്നെ ഇരിക്കണം. ഇവിടെ ഇത് അതുപോലെ തന്നെ എല്ലാം ഭഗവാനോടുകൂടി പണ്ടത്തെ പോലെ ഇങ്ങനെ കളിക്കണം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചു നിൽക്കുമ്പോ ആ പശുക്കുട്ടികളും അവയെ രക്ഷിക്കുന്ന ഗോപബാലകന്മാരും എന്ന് വേണ്ട, അവര് കയ്യിൽ പിടിച്ചിരിക്കുന്ന വടികള്, ഉറികള്, ഓടക്കുഴലുകള് മുതലായിട്ടുള്ള എന്തെല്ലാം ആ സംഘത്തിലുണ്ടോ അതെല്ലാം മേഘം പോലെ ശ്യാമള നിറമായും മഞ്ഞപ്പട്ടു ധരിച്ചവയായും കാണപ്പെട്ടു. എല്ലാം കണ്ണനായിട്ട് അങ്ങോട്ട് ഭഗവാനായിട്ടാണ്, ശ്യാമസുന്ദര പീതാംബരധരയായിട്ടുള്ള ഗോപാലകൃഷ്ണനായിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ബ്രഹ്മ. ഓരോ വസ്തുക്കളും ഭഗവാന്മാര് മാത്രല്ല, നോക്കുന്ന ദിക്കിലൊക്കെ കൃഷ്ണന്മാര് മാത്രം, എല്ലാം ശ്യാമസുന്ദരന്മാർ. അങ്ങോട്ട് ലോകം മുഴുവൻ ബ്രഹ്മാവ് മാത്രം ബ്രഹ്മാവ്, ബാക്കിയുള്ളത് മുഴുവനും സർവവും കൃഷ്ണൻ മാത്രം. അങ്ങനെ അങ്ങോട്ട് കണ്ടു ബ്രഹ്മാവ്. ചതുർഭുജാ ശംഖചക്രഗദാ രാജീവപാണയ കിരീടിന കുണ്ടലിനോ ഹാരിണോ വനമാലിന. ആ ബ്രഹ്മാവ് കണ്ട വിഷ്ണുരൂപങ്ങളെ തന്നെ ഇനി 8 ശ്ലോകങ്ങൾ കൊണ്ട് വിവരിക്കുകയാണ്. ഓരോരുത്തർക്കും 4 കൈകളുണ്ട്. ശംഖം, ചക്രം, ഗദ, താമര എന്നിങ്ങനെ 4 ആയുധങ്ങള് ഓരോ കൈകളിൽ എല്ലാവർക്കും ഉണ്ട്. കിരീടം, മുത്തുമാല, വനമാല എന്നീ ആഭരണങ്ങൾ കൊണ്ട് എല്ലാവരും
ശോഭിക്കണു. അങ്ങനെയാണ് ബ്രഹ്മാവ് അങ്ങോട്ട് കണ്ടു അത്ഭുതപ്പെട്ട് സ്തംഭിച്ചിങ്ങനെ നിൽക്കുക ബ്രഹ്മാവ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഗോവിന്ദ.